ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. നമ്മൾ ഓവണോ ബീറ്ററോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 പീസ് പൈനാപ്പിള്, അതിൻ്റെ പുറത്തെ മുള്ളെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി പൈനാപ്പിൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/4 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ വേണമെങ്കിൽ ഫസ്റ്റ് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയ ശേഷം ഇതൊക്കെ കൂടി അതിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാത്തൊരു പൈനാപ്പിൾ കേക്കാണ്. അത് മാത്രമല്ല ഇതിന് നല്ല ടേസ്റ്റുമാണ്. അടിയിലൊരു മൂടി വെച്ച് മുകളിൽ ഒരു തവ വെച്ച് കൊടുക്കുക. തവ ചൂടായാൽ കുറച്ച് ഗീ തടവി കൊടുക്കുക. മൂടി അടിയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വേവിക്കുക. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ കൊണ്ട് ഇതൊന്ന് കുത്തിക്കൊടുത്ത് നോക്കുക. കേക്ക് വെന്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തിയായ കേക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.